ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലോട്ട് പോവാണ്. വേദക്കുട്ടന് ഒരു കുഞ്ഞു സർപ്രൈസ്. ഞാൻ ചെല്ലുമല്ലേ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലോട്ടല്ലേ പോകുന്നതെന്ന്. അങ്ങനെയല്ല, എന്നും വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിലും ഞാൻ ഇന്ന് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം ലീവ് കിട്ടി. അങ്ങനെ ഞാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സൊക്കെ കയറി. അപ്പോൾ ഇന്ന് വേദക്കുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു സ്റ്റോപ്പിലെത്തി. ഇനി ഇവിടെ നിന്ന് വേറെ ബസ് കയറണം. അപ്പോൾ 1, 2, 3 ബസ് കയറിയാലേ എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഇവിടെ നിന്ന് എനിക്ക് വീണ്ടും ബസ് കിട്ടി. അങ്ങനെ നമ്മൾ യാത്ര തുടരുവാണ്. അപ്പോൾ എനിക്ക് ഇനി അവിടെ പോയി അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വേദക്കുട്ടിന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ട്. അവന് വേറെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങണം, പിന്നെ പോകണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞു പുഴയാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി 2 ദിവസത്തേക്ക് വേദക്കുട്ടനായിട്ടുള്ള ചിൽ മൂഡാണ്. അങ്ങനെ നമ്മൾ സ്റ്റോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ എനിക്ക് പോവേണ്ടത്, എനിക്ക് അവന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ നമ്മൾ നേരെ ഫ്രൂട്ട് സ്റ്റോളിലേക്ക്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൂട്ട് സ്റ്റോൾ കണ്ടു. അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വേദക്കുട്ടന് പറ്റിയ ഫ്രൂട്ട്സ് അവനെല്ലാം കഴിക്കും. എങ്കിലും അവന് കൂടുതൽ താല്പര്യം ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പാട്ട് തന്നെ അവൻ എന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ടി വിയിൽ. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് അവന് ഇഷ്ടമാണ്, ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി. അതുപോലെ തന്നെ അവക്കാഡോ ഞാൻ അവന് ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് വാങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സപ്പോട്ട ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ സപ്പോട്ട അവനിഷ്ടമാണ്. അങ്ങനെ അതും വാങ്ങി. അങ്ങനെ ഈ 3 ഐറ്റംസ് വാങ്ങി. പിന്നെ ഞാൻ വേറെ വാങ്ങിയത് അവന് കുറച്ച് ആപ്പിളും കൂടി വാങ്ങി കേട്ടോ. അങ്ങനെ ആപ്പിൾ വാങ്ങി. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങി ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ അവന് വേറെ കുറച്ച് സാധനം കൂടെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി. എനിക്കൊരു ഫേസ് വാഷ് വാങ്ങണമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പോൺസിൻ്റെ ഒരു ചാർക്കോൾ ഫേസ് വാഷ് വാങ്ങി. അത്രേ വാങ്ങിയുള്ളൂ. പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി കേട്ടോ. പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ നമുക്കിവിടെ നിന്ന് എനിക്കങ്ങനെ KSRTC ബസ് കിട്ടി കേട്ടോ. എന്നും KSRTCയിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കണ പോലെ ഞാൻ പൈസ എടുത്ത് ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് നമുക്ക് സ്ത്രീജനങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ അല്ലേ. അങ്ങനെ ഫ്രീ ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഫ്രീ ടിക്കറ്റായിട്ട് KSRTC ബസ്സിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഇനി ബസ് സ്റ്റോപ്പിൽ അനുജത്തി എന്നെ വിളിക്കാൻ വരും കേട്ടോ. അങ്ങനെ ഞാനെൻ്റെ ബസ് സ്റ്റോപ്പ് എത്താറേ. അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തി കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യുവാണ്. പിന്നെ ഞാൻ കണ്ടോ, അവിടെ ഞാനൊരു സൂം ചെയ്ത് കാണിക്കുന്ന ആ ഒരു പാറ കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ അനുജത്തി എത്തി കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ അനുജത്തി, അതാണ് എൻ്റെ വണ്ടി, ഹോണ്ട ഡിയോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നാട്, ഇതെൻ്റെ കുഞ്ഞു ഗ്രാമം. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു വേദക്കുട്ടൻ എന്ത് ചെയ്യുവാണെന്ന് പറഞ്ഞാൽ അവിടെ അവൻ തുള്ളിക്കൊണ്ട് നടക്കുവാണ്. ഞാൻ ചെല്ലുന്നത് പോലും അവൻ അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസമായി നാട്ടിലോട്ട് വന്നിട്ട്, അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് മാറ്റമുള്ളതെന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ വീടിനടുത്ത് എത്താറ് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് ഇടവഴിയുണ്ട്. അപ്പോൾ അതുവഴി പോയാൽ എനിക്ക് വീട്ടിലെത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അവന് എന്നെ കാണുമ്പോൾ അവന് സർപ്രൈസ് ഒന്നുമല്ല. അവൻ എന്നെ കാണുമ്പോഴത്തേനും അവന് ഒരു മൈൻഡും ഇല്ല എന്നെ. പിന്നെ ഞാൻ കണ്ടു ഇതാണ് ആളെ എക്സ്പ്രഷൻ. ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ എന്നെ നോക്കത്തില്ല. പിന്നെ ഭയങ്കരമായിട്ടങ്ങ് ഇളക്കം കയറും ആൾക്ക്. ഇതാണ് വേദക്കുട്ടൻ. അതായത് മൈൻഡ് ചെയ്യത്തില്ല. മൈൻഡ് ചെയ്യാത്തതുപോലെ അഭിനയിക്കും, തിരിഞ്ഞു നിൽക്കും, പിറകോട്ട് നടക്കും, ഇങ്ങനെ എഴയും. ഇതൊക്കെയാണ് വേദക്കുട്ടൻ്റെ പരിപാടി എന്നെ നേരിട്ട് കാണുമ്പോൾ. അതായത് എൻ്റെ അടുത്തോട്ട് വരാതെ വേറെ പരിപാടീസൊക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കിറ്റ് കണ്ടു. അവന് വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നതാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നേരെ വന്നവ അതെടുത്തു. ഇനി അതിനകത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നോക്കണം, ഇല്ലെങ്കിൽ അവനൊരു സമാധാനവും വരില്ല. കണ്ട അത് വാങ്ങിച്ചിട്ട് നോക്കാൻ കൊടുക്കാത്തത് കൊണ്ടുള്ള നിർബന്ധമാണ്. എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തോട്ട് വിളിച്ചിട്ട് വന്നില്ല, എങ്കിലും അവനത് നോക്കണം. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും അവനെ എടുത്ത് എന്നിട്ടാണ് എനിക്ക് സമാധാനം. കുറേ നാളായിട്ട് വേദക്കുട്ടനെ കണ്ടിട്ട്. അങ്ങനെ എന്നെ എടുത്തു. ഞാൻ ടാറ്റ പറയാൻ പറഞ്ഞിട്ട് അതൊന്നും പറ്റില്ല. അവൻ എങ്ങനെയെങ്കിലും അതിനകത്തിരിക്കണം. അവൻ്റെ കണ്ണ് ഫുൾ ആ കിറ്റിലാണ്. അതിനകത്ത് എന്താവാ ഉള്ളതെന്ന് നോക്കാനാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു വിധത്തിൽ ടാറ്റ തരാൻ പറഞ്ഞപ്പോൾ ഒരു വിധം ടാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല കേട്ടോ. ഇനി അവന് ഇത് ഫുൾ എന്താണെന്ന് നോക്കണം. അത്രയ്ക്ക് ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഇതെൻ്റെ അനുജത്തി, അച്ഛൻ, അത് വേദക്കുട്ടൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി വീണ്ടും കാണാം. പ്ലീസ് സപ്പോർട്ട് മീ. ടാറ്റ.